വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS +2 ഇംഗ്ലീഷിലെ 13ാമത്തെ അധ്യായമായിട്ടുള്ള ദ ടൈഗർ ഇൻ ദ ടണൽ എന്നുള്ള അധ്യായമാണ് നമുക്കിന്നൊരു വീഡിയോയിൽ പറയാനുള്ളത്. വളരെ രസകരമായിട്ടുള്ള ഈ കഥയിൽ ഒരു ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന റസ്കിൻ ബോണ്ടിൻ്റെ കഥയിലൂടെ ഒരു ഇന്ത്യൻ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളാണ് വിവരിക്കുന്നത്. ബൽഡിയോ ഭാര്യയോടും മകളോടും തൻ്റെ മകൻ ടംബുവിനോടുമൊപ്പം ഒരു ചെറിയ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. എന്നാൽ ബൽഡിയയുടെ നെൽപ്പാടത്തിൽ നിന്നുള്ള ചെറിയ വരുമാനം കൊണ്ട് കുടുംബത്തിന് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ റെയിൽവേ ജീവനക്കാരനായി ജോലി ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ തുരങ്കത്തിലെ ട്രാക്കിൽ തടസ്സങ്ങൾ ഇല്ലെന്നും വിളക്ക് കത്തുന്നുണ്ടോ എന്നും നോക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. എന്നാൽ വനത്തെയും വന്യമൃഗങ്ങളെയും അയാൾക്ക് ഭയമില്ലായിരുന്നു. തൻ്റെ കഴിയിലെ മഴുവായിരുന്നു അവൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. തൻ്റെ മഴുകൊണ്ട് ഒരിക്കൽ ഒരു കരടിയെ അവൻ കൊന്നിട്ടുണ്ട്. ആ ഒരു ആത്മധൈര്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ജോലി ഏറ്റെടുക്കുന്നത്. എന്നാൽ പെട്ടെന്നൊരിക്കൽ ബാൽഡിയോയ്ക്ക് ഒരു കടുവയെ നേരിടേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിൽ മഴുകൊണ്ട് കടുവയെ എതിർത്തുവെങ്കിലും അത് കടുവയുടെ ദേഹത്ത് തറച്ച് ഇരുന്നതിനാൽ അയാൾക്ക് ആയുധമില്ലാതെ നിൽക്കേണ്ടി വന്നു. കടുവയുടെ പിന്നീടുള്ള ആക്രമണത്തിൽ ആ മനുഷ്യൻ മരണപ്പെടുകയാണ്. അവിടെ നിന്ന് ട്രെയിനിൻ്റെ ശബ്ദം കേട്ട് അതിനെ ആക്രമിക്കുവാൻ മുതിർന്ന കടുവയെ ട്രെയിൻ തട്ടി തെറിപ്പിക്കുകയാണ്. അച്ഛൻ്റെ മരണത്തോടു കൂടി ഈ കുടുംബത്തിൻ്റെ എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കുന്നത്, എല്ലാ ഭാരവും ഏറ്റെടുക്കുന്നത് മകൻ ടെമ്പുവാണ്. ടെമ്പുവിൻ്റെ ചുമലിലേക്കാണ് എല്ലാ ഭാരവും വരുന്നത്. അച്ഛൻ ചെയ്തിരുന്ന ജോലി മകൻ ഏറ്റെടുക്കുന്നു. അച്ഛൻ്റെ മഴു കയ്യിൽ ഉള്ളത് കൊണ്ട് അവനിപ്പോൾ കാടിനെയോ കാട്ടുമൃഗങ്ങളെയോ പേടിയില്ല എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. വളരെ മനോഹരമായ രസകരമായിട്ടുള്ള ഒരു കഥയാണ്, റസ്കിൻ ബോണ്ടിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫാദേഴ്സ് നെയിം? ഈ കഥയിലെ അച്ഛൻ്റെ പേരെന്താണ്? അല്ലേ, ബാൽഡിയോ എന്നുള്ളതാണ് അച്ഛൻ്റെ പേര്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഹിസ് സൺസ് നെയിം? ആ അച്ഛൻ്റെ മകൻ്റെ പേരെന്താണ്? ടെമ്പു എന്നുള്ളതാണ് ആ മകൻ്റെ പേര്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഓൾഡ് ഈസ് ദ സൺ? ആ മകനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു, എത്ര പ്രായമുണ്ടായിരുന്നു? 12 years old. അദ്ദേഹം ആ ഒരു മകൻക്ക് 12 വയസ്സാണ് ഉണ്ടായിരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വേർ ഡിഡ് ബാൽഡിയോ സ്പെൻഡ് ദ നൈറ്റ്? ആ ഒരു രാത്രി ബാൽഡിയോ എവിടെയാണ് കഴിച്ചു കൂട്ടിയത്? ബാൽഡിയോ സ്പെൻഡ് ദ നൈറ്റ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. ആ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് അന്ന് അദ്ദേഹം ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ 13ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാഷണൽ അക്കാദമിയുടെ തന്നെ സ്വന്തം ആപ്പിലൂടെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയുവാനും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക, അഡ്മിഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ടു ആൾ.